ശ്രീലത നമ്പൂതിരി, താങ്കൾ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലം മുതൽ ഇപ്പോഴത്തെ കാലം വരെ സിനിമാ മേഖലയിൽ ഉള്ള സജീവമായി നിൽക്കുന്ന വ്യക്തി എന്ന നിലയ്ക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന വെളിപ്പെടുത്തൽ അതങ്ങ് ബംഗാളിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് രഞ്ജിത്ത് തുടരാമോ? പാടില്ല എന്ന ഉർവശിയെ പോലുള്ള നടി പ്രതികരിച്ചിരിക്കുന്നു. പല സംവിധായകരും പ്രതികരിച്ചിരിക്കുന്നു. ഇപ്പോൾ സർക്കാർ ആ തീരുമാനത്തിലേക്ക് പോകാൻ അല്പം കാത്തിരിക്കുകയാണ്. രാജിവെക്കുന്നെങ്കിൽ സ്വയം രഞ്ജിത്ത് രാജിവെക്കട്ടെ എന്നൊരു ആലോചനയിലേക്കാണ് CPM പോകുന്നത്. ഇക്കാര്യത്തിൽ ശ്രീലതയുടെ അഭിപ്രായം എന്താ? എൻ്റെ അഭിപ്രായം, ഇത്രയൊക്കെ കേട്ട സ്ഥിതിക്ക് അദ്ദേഹം സ്വയം രാജിവെച്ച് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതാണ് അദ്ദേഹത്തിന് നല്ലത്. അത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. വെറുതെ നമ്മൾ ഓരോരുത്തരുടെ ആരോപണങ്ങൾ വീണ്ടും വീണ്ടും കേട്ട് എന്തിനാ അതിനൊരു സന്ദർഭം കൊടുക്കുന്നത്? അതുകൊണ്ട് അദ്ദേഹം സ്വയം രാജിവെച്ച് പോകണം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ബംഗാൾ നടിയെന്ന് പറയുന്നത് 2009 മറ്റോ ആണ് ഈ സംഭവം നടന്നതെന്ന് പറയുന്നു. ഇത്രയും കാലം എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്തു? അതെ, അത് ഇത്രയും വർഷങ്ങൾ അവർ എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്തു? അതിനൊക്കെ അവർ വിശദീകരണം നൽകുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, അതായത് ഞങ്ങൾക്ക് അവർ ദീർഘമായ അഭിമുഖം തന്നെ നൽകിയിരുന്നു. അതായത് ഒരു പീഡനം നടക്കുന്ന സാഹചര്യത്തിലേക്ക് എത്താൻ അവർ നിന്നിട്ടില്ല. അവരെ സംബന്ധിച്ച് സിനിമയിൽ അഭിനയിക്കുക, ആ സിനിമയില്ലെങ്കിൽ മമ്മൂട്ടി നായകനായെത്തുന്ന സിനിമ എന്ന് കേട്ടുകൊണ്ടാണ് അവർ ബംഗാളിൽ നല്ല തിരക്കുള്ള നടിയാണ്. അവർ അവാർഡുകളൊക്കെ വാങ്ങിയിട്ടുള്ള നടിയാണ്. അവരെ സംബന്ധിച്ച് ഇവിടെ ഒരു ചാൻസ് കിട്ടുക എന്നൊരവസ്ഥയിൽ വന്നതല്ല, മമ്മൂട്ടിയുടെ സിനിമ എന്ന് കേട്ടു വന്നതാണ്. അപ്പോൾ ഈ അനുഭവം ഉണ്ടായ ശേഷം ഈ പറഞ്ഞതുപോലെ കഴുത്തിൽ തൊടുകയും അവരുടെ കയ്യിൽ നിന്ന് സിഗരറ്റ് വാങ്ങി വലിക്കുമ്പോൾ വളയിൽ തൊട്ടുകൊണ്ട് കയ്യിൽ പിടിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ അവരവിടെ നിന്ന് ഇറങ്ങിപ്പോയി സ്വന്തം നിലയ്ക്ക് പൈസ എടുത്ത് ഫ്ലൈറ്റ് പിടിച്ച് തിരിച്ചു പോയ ആളാണ്. അത് അവരുടെ സുഹൃത്തുക്കളോട് അത് ഷെയർ ചെയ്തിരുന്നു. ആ കാലത്ത് തന്നെ ഷെയർ ചെയ്തിരുന്നു. അതിൽ മലയാളി സംവിധായകൻ ജോഷി ജോസഫും ഉണ്ട്. അപ്പോൾ ഇവരോടൊക്കെ ആ കാലത്ത് പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ പറഞ്ഞതെന്തുകൊണ്ടാണ്? ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ഇതിലുള്ള വെളിപ്പെടുത്തലൊക്കെ വന്ന പശ്ചാത്തലത്തിൽ ഞാനും അന്നൊരു മലയാള സിനിമയിൽ വന്നതാണ്, അന്ന് എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നവർ പറഞ്ഞതേ ഉള്ളൂ. അവരത് വളരെ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ അവിടെ വന്ന് ഞാൻ കേസ് കൊടുക്കാനൊന്നും എനിക്ക് നേരമില്ല. വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ, ഇവിടെ വന്ന് ചോദിച്ചാൽ ഞാൻ തെളിവ് തരാം എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, രഞ്ജിത്ത് ഏതായാലും ഇക്കാര്യത്തിലൊരു പരസ്യമായി മാപ്പ് പറയാൻ തയ്യാറാകണം. കാരണം രഞ്ജിത്തിൻ്റെ പ്രതികരണം വരുമ്പോഴും അവരൊരു സിഗരറ്റ് വലിക്കുന്ന സ്ത്രീയാണ്, അവരുടെ കയ്യിൽ നിന്ന് സിഗരറ്റ് വാങ്ങി എന്നൊക്കെ പറയുമ്പോൾ അവർ ഇങ്ങനെ സിഗരറ്റ് വലിക്കുന്ന ഒരു സ്ത്രീയാണെങ്കിൽ, അല്പം മദ്യപിക്കുന്ന സ്ത്രീയാണെങ്കിൽ എന്തിനും തയ്യാറാകുന്നവർ എന്നൊരു വ്യാഖ്യാനമുണ്ടതിൽ. അങ്ങനെയല്ല എല്ലാവരും എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് താനെന്നാണ് അവർ പറയുന്നത്. അതെ, തീർച്ചയായും. അല്ല, അങ്ങനെ അവരൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അത്രത്തോളം വിഷമം ഉണ്ടായിട്ടായിരിക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രഞ്ജിത്ത് മാപ്പ് പറയണം. അതിലൊരു കുഴപ്പവുമില്ല, അതിലൊരു കുറവുമില്ല. എൻ്റെ അഭിപ്രായത്തിൽ അതാണ്. മാപ്പ് പറയണം എന്ന് പറയുമ്പോൾ കുറ്റം സമ്മതിക്കൽ കൂടിയാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.